യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ വൺ ഡേ ടൂറാണ് പോയത്. കന്യാകുമാരി സൈഡായിരുന്നു ടൂറ്. അപ്പോൾ ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത്. ചർച്ചയിൽ നിന്ന് പോയ ടൂറായിരുന്നു. കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്ന വഴിയിലുള്ള വ്യൂസ്. ഞങ്ങൾ ഫസ്റ്റ് പോയത് തൃപ്പരപ്പിലായിരുന്നു. തൃപ്പരപ്പ് നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയാമായിരിക്കും. നല്ല ഫേമസ് വാട്ടർഫോൾസാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഒരു നാച്ചുറൽ വാട്ടർഫോൾസാണ്. ഇവിടെ കുറേ സീനറീസാണ്. നിറച്ചവരൊക്കെ കുളിച്ചുകൊണ്ടൊക്കെ നിന്നായിരുന്നു. കുറേ പേരൊക്കെ നമ്മൾ ചർച്ചയിൽ നിന്ന് വന്നവരും കുറേ പേരൊക്കെ കുളിക്കാനൊക്കെ പോയായിരുന്നു. ഞങ്ങളൊന്നും ഇറങ്ങിയില്ലായിരുന്നു. എനിക്ക് വെള്ളം അത്രയും പേടിയാണ്. അവിടെ ഇറങ്ങിയില്ലായിരുന്നു. അവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ കുറേ പാർക്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയായിരുന്നു. ഞങ്ങൾ ബ്രെഡും ജാമും ഒക്കെ വെച്ചാണ് അവിടെ കഴിച്ചത്. നല്ല ക്യൂട്ടായിരുന്നു. അവിടെ കുറേ പുലി പോലെയും ആന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മലയുടെ ഇടയിലൂടെ വെള്ളം വരുന്നതൊക്കെ കാണാൻ നല്ല ചന്തമാണ്. ഇത് റിയാലിറ്റിയിൽ കണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത് ഞങ്ങൾ ഉടനെ അവിടെ നിന്ന് പോയി. അവിടെ പോകുന്ന വഴിയിൽ അടുത്ത സ്ഥലം പോകുന്ന വഴിയിൽ വരെ നല്ല മലകളും നല്ല മരങ്ങളുമായിട്ട് നല്ല സുന്ദരമായിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അടുത്ത് ഞങ്ങൾ ഉടനെ പോയത് പേച്ചിപ്പാറയായിരുന്നു. അവിടെ ഡാം നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയാമായിരിക്കും. നല്ല നോക്കുമ്പോഴത്തേക്ക് സർപ്രൈസിങ് ആണ്. പണ്ടത്തെ കാലത്ത് ഇത്രയും ടെക്നോളജിക്കലായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോഴേ നമുക്ക് ആശ്ചര്യമായിട്ട് തോന്നുകയാണ്. അവിടെ മഹാരാജാ ഓഫ് ട്രാവൻകൂർ അയാളുടെ കാലത്താണ് ഇത് ചെയ്തത്. ഇത് ഇപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പില്ലറുണ്ട്. ഞങ്ങളോട് പോയപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. വേറെ ചർച്ചയിൽ നിന്നും വേറെ കുറേ സ്ഥലങ്ങളിൽ നിന്നും ടൂർ വന്നവരും ഉണ്ടായിരുന്നു. ഒരു ലീവ് ഡേ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് കുറേ കുരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നിന്ന് ഫുഡ് കിട്ടുമോയെന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നായിരുന്നു. പിന്നെ കടിക്കാനൊക്കെ നോക്കിയായിരുന്നു. ഇടയ്ക്ക് കുറേ പേരൊക്കെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് അത് ഉണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞു കുരങ്ങുകളും വലിയ കുരങ്ങുകളും അതിൻ്റെ സ്നേഹം കാണുമ്പോഴേ നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരിതാണ്. കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതും വെള്ളം പായുന്നതും ഒക്കെ കാണാൻ നല്ല ചന്തമാണ്. ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു. ആ കുരങ്ങയൊക്കെ നോക്കി പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ കാണാനേ നല്ല സുന്ദരമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. കുറേ ക്യൂട്ടായിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അടുത്ത് ഞങ്ങൾ അവിടെ കുറച്ച് ഹൈറ്റുള്ള ഏരിയയിൽ പോയി മലയൊക്കെ നോക്കിയായിരുന്നു. ഇപ്പോൾ കാണുന്നത് ആ കല്ലറയാണ്. ഈ കെട്ടിയ ആൾ ഹംബ്രേ എന്ന് പറഞ്ഞൊരാളാണ് ഇത് കെട്ടിയത്. അപ്പോൾ അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ കല്ലറയുണ്ട്. ആ പില്ലറിലും അയാളുടെ പേരൊക്കെ ഉണ്ട്. ഇപ്പോൾ 100 years കഴിഞ്ഞതിൻ്റെ ആ പില്ലറാണ്. അടുത്ത് ഞങ്ങൾ ഉടനെ പോയത് മാത്തൂർ തൊട്ടി പാലമാണ്. ഇത് കാമരാജരുടെ കാലത്താണ് കെട്ടിയിട്ടുള്ളത്. ഏഷ്യയിലുള്ള സെക്കൻഡ് ഹയസ്റ്റ് ബ്രിഡ്ജാണ്. ഏഷ്യയിലുള്ള ഹയസ്റ്റ് ബ്രിഡ്ജും വേൾഡിലുള്ള സെക്കൻഡ് ഹയസ്റ്റ് ബ്രിഡ്ജും ആണ്. മാറിപ്പോയതാണ്. ഞങ്ങൾ അവിടെ കൂടെ കുറേ ദൂരം നടന്നു. നല്ല ഹൈറ്റാണ്. അവിടെ കൂടെ നോക്കുമ്പോഴേ നല്ല ലുക്കാണ്. അവിടെ ഇത് എൻട്രൻസ് ആണ്. പിന്നെ അവിടെ സൈഡിൽ കുറേ പിടിയുണ്ട്. പഴയ കാലത്ത് കെട്ടിയതാണ്. പക്ഷെ നല്ല ടെക്നോളജിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നുകയാണ്. കാരണം ഇത്രയും ഹൈറ്റിൽ പണ്ടത്തെ കാലത്തെ കെട്ടിയോ, ഇത്രയും പവർ ഉണ്ടല്ലോ എന്ന് നമുക്ക് നോക്കുമ്പോഴേ സർപ്രൈസിങ് ആണ്. കൺഫേം നിങ്ങൾക്ക് മാത്തൂർ തൊട്ടി പോകാൻ പോകാം. സൂപ്പർ പ്ലേസ് ആണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഹൈറ്റിലൂടെ നടക്കാൻ പറ്റുന്നതും കുറേ പേര് അവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ദൂരെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലമുള്ളത് പോലെ. അമ്മയ്ക്ക് ഹൈറ്റ് പേടിയായിരുന്നു. പിടിച്ചാണ് നടന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടൊക്കെ നടന്നായിരുന്നു. ഇവിടെ മുകളിലൂടെ നടക്കാനൊക്കെ നല്ല സീനറി ആയിരുന്നു. നോക്കി ഞങ്ങൾ അങ്ങനെ നടന്നു വന്നു. നടക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് കുറേ ദൂരം ഉള്ളതുപോലെ ഒന്നും തോന്നിയില്ല. ഞങ്ങളവിടെ നിന്ന് ചോക്കോബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അടുത്ത് ഞങ്ങൾ ഉടനെ പോയത് ദേവസായം പിള്ളയുടെ മുട്ടിടിച്ചാൻ പാറയിലായിരുന്നു. ദേവസായം പിള്ളയെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. അയാൾ ദൈവത്തിൻ്റെ വചനം അറിയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് നിറച്ചവർക്ക് ഇഷ്ടപ്പെടാതെ അയാളെ ഒരു സ്ഥലത്ത് പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അയാൾ ഒരു സ്ഥലത്ത് മുട്ടിടിച്ച് വീഴുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം വന്നു. ഇപ്പോഴും ആ വെള്ളം നിറച്ചവർ എടുത്ത് കുടിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും. നിറച്ചവർ അവിടെ നിന്ന് എടുത്ത് കുടിക്കുന്നതൊക്കെ. നിങ്ങളിപ്പോൾ പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം എടുത്ത് കുടിക്കാം. എല്ലാവർക്കും പെർമിഷൻ ഉള്ളതാണ്. അയാൾ പിന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് വേറൊരു സൗണ്ട് കേട്ട് നിറച്ചുപേരൊക്കെ അതിന് ശേഷം ദൈവത്തിനെ വിശ്വസിച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്ന് വെച്ചാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചത്. അടുത്ത് ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എക്കോ പാർക്ക് പോയായിരുന്നു. അത് കന്യാകുമാരിയുടെ കുറച്ചടുത്ത് തന്നെയാണ്. അത് നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു. നല്ല ദൂരമൊക്കെ ഉള്ളതാണ്. അത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചറൽ പാർക്കാണ്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ അറിയത്തില്ല. ഇതൊക്കെയാണ് അതിൻ്റെ വ്യൂസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബോട്ടണിയുടെ അടുത്ത് പ്രിയമുള്ളവരൊക്കെ ഇവിടെ വന്നാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫേം ഇഷ്ടപ്പെട്ടെങ്കിൽ വരണം. ഇത് ഒരാൾക്ക് 50 rupees എൻട്രൻസ് ഫീസ്. ഇത് ഞങ്ങൾ അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അവിടെ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പോയ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കന്യാകുമാരിയിലോട്ട് തിരിച്ചതായിരുന്നു. ടൂറിസ്റ്റ് ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നാലും അത് കേട്ട് അങ്ങനെയൊക്കെ പോയി. ക്രിസ്ത്യൻ പാട്ട് തന്നെയാണ് ഇട്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ കന്യാകുമാരി പോയി. ആ വ്യൂസ് കാണുമ്പോഴത്തേക്ക് ആ കാറ്റിൻ്റെ
കാറ്റിൽ തന്നെ കടലിൻ്റെ ഇത് അറിയാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കടലും ആനയും എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയും. കുറേ നേരം അവിടെ ഇരുന്ന് കടലിനെ കണ്ടായിരുന്നു, സൺസെറ്റൊക്കെ കണ്ടായിരുന്നു. കണ്ടോണ്ടേ ഇരിക്കാമെന്ന് തോന്നി. എപ്പോൾ രാത്രി അതിനെ മനസ്സിലായില്ല. കണ്ടോണ്ടേ ഇരിക്കണമെന്ന് തോന്നി. പക്ഷെ വന്നേ പറ്റുള്ളൂ. ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് ജോസഫ് എന്ന മൂവി തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ എൻജോയ് ചെയ്ത് പോയായിരുന്നു. അവിടെ ഇത് നമ്മളെ ഇടയ്ക്ക് എടുത്ത ഒരു സെൽഫി ആയിരുന്നു. ഇത്രയുള്ള ഞങ്ങളുടെ വ്ളോഗ്. ഞങ്ങൾ വീട്ടിൽ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തി.